ജിൻഡോ ജോൺ ഇവിടെ ഇപ്പോൾ CPM നിലപാടെടുക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾ രാഷ്ട്രീയമായി നോക്കിക്കോളാം. ബാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ മറ്റ് ഏജൻസികളോ നിയമപരമായി അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പ്രൂവ് ചെയ്യട്ടെ, അതിനെ ആരും തടയുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ആരോപണങ്ങൾ കളവാണെങ്കിൽ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി വീണ തൈക്കണ്ടിലിനെയും മുഹമ്മദ് റിയാസിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേട്ടയാടുകയാണെങ്കിൽ അതിൽ ഗൗരവമായ പ്രശ്നങ്ങളുണ്ട്. കാരണം പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു കൊണ്ട് കേരള മുഖ്യമന്ത്രിയുടെ കൂടെ താമസിക്കുമ്പോൾ ഗുരുതരമായ ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻസ് നടത്തിയിട്ടുണ്ട്, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്, നിയമവിധേയമല്ലാത്ത മാർഗങ്ങളിലൂടെ പണം കടത്തിയിട്ടുണ്ട് തുടങ്ങിയ വലിയ ആരോപണങ്ങൾ അവിടെ വെക്കുകയാണ്. അപ്പോൾ ആ ആരോപണങ്ങളുടെ ഉത്തരവാദിത്വം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഉണ്ടല്ലോ. അഭിലാഷ, തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ. ഞാൻ എന്റെ ആദ്യഘട്ടത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു, അത് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക്, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വീണ തൈക്കണ്ടിലിനോ മുഹമ്മദ് റിയാസിനോ പിണറായി വിജയനോ മറുപടി ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യത്തിലും, ജയിക്ക് പറഞ്ഞ മുഴുവൻ കാര്യത്തിലും ED-യുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളിൽ 100% യോജിക്കുകയാണ് ഞങ്ങള്. ED-യുടെ കൺവിക്ഷൻ റേറ്റ്, ED-യുടെ രാഷ്ട്രീയ വേട്ടയാടല്, പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടി പിടിക്കുന്നത്, മടിയിൽ കനമുള്ളവരെ വൈറ്റ് വാഷ് ചെയ്ത് BJP പക്ഷത്ത് എത്തിക്കുന്നത്, ഇതിലൊക്കെ യോജിക്കുകയാണ്. ജയിക്കിനോട് എന്റെ ചോദ്യം, വീണ തൈക്കണ്ടിൽ CMRL കമ്പനിക്ക് കൊടുത്ത സേവനം എന്തായിരുന്നു? നല്ല ചോദ്യം. അടുത്ത ചോദ്യം, എന്തിനായിരുന്നു 2,78,00,000 രൂപ CMRL കർത്തയിൽ നിന്ന് വാങ്ങിയത്? എന്തിനാണ് വീണ ഇത്രയും നാൾ മൗനത്തിലായിരിക്കുന്നത്? സ്വന്തം പാർട്ടി, അച്ഛന്റെ പാർട്ടി, ഭർത്താവിന്റെ പാർട്ടിയൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന ഉത്തരമില്ലാത്ത ചോദ്യത്തിന്റെ മുമ്പിൽ ഇപ്പോഴും വീണ എന്തിനാണ് മൗനത്തിലായിരിക്കുന്നത്? ഇവിടെ നിങ്ങൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ, മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ, ബേപ്പൂർ MLA-യുടെ വീട്ടിൽ, DYFI നേതാവിന്റെ വീട്ടിലൊക്കെ റെയ്ഡ് ചെയ്തെന്ന്. ഒന്ന്, പ്രതിപക്ഷ നേതാവ് വീണയുടെ അച്ഛനാണ്. 2, ബേപ്പൂർ MLA ഭർത്താവാണ്. DYFI നേതാവ് സുഹൃത്താണ്. പിന്നെ പലരും പാർട്ട്നേഴ്സാണ്. ഞാൻ പറയുന്നത്, ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. മുഖ്യമന്ത്രിയോടൊപ്പം ക്ലിഫ് ഹൗസിൽ താമസിക്കുന്നു, ഔദ്യോഗിക വസതിയിൽ വിനോദയാത്ര നടത്തുന്നു, വിദേശയാത്ര നടത്തുന്നു, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഡയറക്ട് ബോർഡ് ബോർഡ് മീറ്റിംഗിൽ അടക്കം പങ്കെടുക്കുന്ന വീണ തൈക്കണ്ടിലിന് യാതൊരു പ്രിവിലേജിലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ CPM-മാർ വിശ്വസിക്കുമോ? ഇനി നിങ്ങൾ കോൺഗ്രസിന്റെ കൊടിയെ കുറിച്ച് പറയും, ED റെയ്ഡ് ചെയ്യാൻ വന്നതിന് കോൺഗ്രസിന്റെ മക്കൾ കയറിയിട്ട് എന്താ കാര്യം? നിങ്ങളെ കോൺഗ്രസിൽ നിന്നും മടിയിൽ ക്ഷണമുള്ളത് കൊണ്ടും ഭയമുള്ളത് കൊണ്ടും ഭാഗ്യാന്വേഷികളായതുകൊണ്ടും BJP-യിലേക്ക് ചേക്കേറിയ ആളുകളെ കുറിച്ച് നിങ്ങൾ കണ്ടു. പക്ഷെ നിങ്ങൾ കാണാത്ത കുറെ ആളുകളുണ്ട്. ED പിടിച്ച് അകത്തിട്ടിട്ടും വേട്ടയാടിയിട്ടും കോൺഗ്രസ് വിട്ടുപോകാത്ത കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, അതുപോലെ കാർത്തി ചിദംബരം, P ചിദംബരം, രാഹുൽ ഗാന്ധി, സാക്ഷാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്നും ഉറച്ചു നിൽക്കുന്നു. അതിന് കാരണം എന്താണെന്നറിയോ? നിയമപരമായ പോരാട്ടത്തിന് കൂടാതെ അതിനോടൊപ്പം ജനങ്ങളോട് മറുപടി പറയാനുള്ള ബാധ്യത കാണിച്ചു. രാഷ്ട്രീയ മര്യാദ. അതിനുശേഷമാണ് രാഷ്ട്രീയ പോരാട്ടം എന്ന് പറഞ്ഞിറങ്ങിയത്. ആദ്യം ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തെളിവുകൾ സഹിതം മറുപടി പറയാനുള്ള രാഷ്ട്രീയ ആർജവം കാണിക്കണം. ഒന്നാമത്തെ ചോദ്യം, AKG സെന്റർ കെയർ ഓഫ് അഡ്രസ് വെച്ച് വീണ തൈക്കണ്ടിൽ അല്ലാതെ ഏതെങ്കിലും ഒരു CPM നേതാവിന്റെ മകൾക്ക് കമ്പനി തുടങ്ങാനുള്ള അനുവാദം നിങ്ങളുടെ പാർട്ടിയിൽ കിട്ടുമോ? നിങ്ങൾ അതിന് കിടക്കുന്നു. കിട്ടുമോ? അതിനുശേഷം ആ കമ്പനി ക്ലോസ് ചെയ്തിട്ട് മാസപ്പടി വാങ്ങിയിട്ട് അത് പൂട്ടിക്കെട്ടിയിട്ട് ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞ 3500 രൂപ മാസ വാടകയുള്ള ഒരു ഒറ്റമുറി കെട്ടിടത്തിൽ ഒരു നോട്ടീസ് മാത്രം വെച്ചിട്ട് ഒരിക്കലും പോകാത്ത ഒരു കമ്പനി തുടങ്ങാൻ വീണ തൈക്കണ്ടിലല്ലാതെ മറ്റാർക്കെങ്കിലും പറ്റുമോ? അതിനെ ന്യായീകരിക്കാൻ ജയിക്കിനെ പോലുള്ള പാർട്ടിക്കാരല്ലാതെ മറ്റാരെങ്കിലും വന്നിരിക്കോ? ജയിക്ക് ബാലകുമാർ എന്ന് പറഞ്ഞ ഒരു മെന്ററുണ്ട്. നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞ കളങ്കിത വ്യക്തിത്വം, അവരുമായിട്ട് ഒരു കച്ചവടം പാടില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ഒക്കെ തീരുമാനം. ആ ജയിക്ക് ബാലകുമാർ വീണ തൈക്കണ്ടിലിന്റെ മെന്റർ ആയിരുന്നോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ? എന്തിനായിരുന്നു ഇവർ വിദേശ യാത്രകൾ നടത്തിയത്? എങ്ങനെയാണ് 20 കോടി രൂപ ട്രാൻസാക്ഷൻ നടത്തിയത്? എന്താ ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസം. എന്താണ് ഇതിന്റെ സോഴ്സ്? 85 ലക്ഷം രൂപ വിദേശത്തേക്ക് കടത്തിയെന്ന് പറയുന്നു. അതിന്റെ സോഴ്സ് എന്താ? ഇതെല്ലാം പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞാൽ ജയിക്കിനോടൊപ്പം നിന്ന് ED-ക്കെതിരെ സംസാരിക്കാൻ ഞങ്ങളും തയ്യാറാ. ബാക്കി നിങ്ങൾ പറഞ്ഞ മുഴുവൻ രാഷ്ട്രീയം, പാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഒപ്പം നിൽക്കുന്നു. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, എന്തിനാണ് നിങ്ങളുടെ 26 സഖാക്കന്മാർ 62 ദിവസവും 73 ദിവസവും ED-യുടെ കാർ ആക്രമിച്ച് ജയിലിൽ പോയി കിടന്നത്? ഇഷ്ടികയും മുട്ടയും എറിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നു അറസ്റ്റ് ചെയ്തോട്ടെ, ചോദ്യം ചെയ്തോട്ടെ എന്ന് പറയും. പിന്നെ എന്തിനാണ് നിങ്ങൾ അക്രമം നടത്തിയത്? ഒരു കാര്യം കൂടി പറയട്ടെ, ഇന്നലത്തെ മുഹമ്മദ് റിയാസിന്റെ പത്രക്കാരോട് സംസാരം കേട്ട ഒരു കാര്യം മനസ്സിലാവും അഭിലാഷേ. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ തന്നെ പൂർണ്ണ ബോധ്യമില്ല. CPI-യുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ഈ മുഹമ്മദ് റിയാസിനെയും വീണ തൈക്കണ്ടിലിനെയും പിന്തുണയ്ക്കാൻ താല്പര്യമില്ല. കടലാസ് കമ്പനിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ വകമാറ്റി ചെലവഴിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്ന പരിപാടി, ടെൻഡർ ഇല്ലാതെ പരസ്യം കൊടുക്കുന്ന കമ്പനികളടക്കം കോഴിക്കോട് നഗരത്തിലുണ്ട്. ഇതിൽ പലതിലും മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതൊക്കെ അന്വേഷിക്കപ്പെടണമെന്നേ. പാവപ്പെട്ട പാർട്ടിക്കാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ED-യുടെ വണ്ടി ആക്രമിച്ച് 72 ദിവസം ജയിലിൽ കിടന്ന പാർട്ടിക്കാരുടെ
ചോർന്നൊലിക്കുന്ന കൂരയ്ക്ക് കീഴിൽ പോയിരുന്ന് വാർത്തയ്ക്ക് പണം കൊടുത്താൽ പോരാ. ആ പാവപ്പെട്ടവർ തല്ലുകൊണ്ടത് ആർക്ക് വേണ്ടിയിട്ടാ? അപ്പൊ വീണ തൈക്കണ്ടിൽ ഒരു അക്ഷരം പറയാതെ നിങ്ങളെ പോലുള്ള മനുഷ്യന്മാരെ, പാർട്ടിക്കാരെ ഉത്തരമില്ലാതെ നടുവഴി നിർത്തുന്നുണ്ടെങ്കിൽ ഞങ്ങളോടല്ല ചോദിക്കേണ്ട, വീണ തൈക്കണ്ടിലൂടെ പോയി ചോദിക്കും. ശരി, ഓക്കെ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം.